ഷാഫി പറമ്പിലെ CPIM നേതാവ് EN സുരേഷ് ബാബു അധിക്ഷേപിച്ച വിഷയത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം നടക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, പ്രതിരോധത്തിലായ പാലക്കാട്ടെ കോൺഗ്രസിന് അടിക്കാൻ അങ്ങോട്ട് വടി നൽകുകയായിരുന്നു EN സുരേഷ് ബാബു. രുജീഷ്, തീർച്ചയായും വിഷയം കൊണ്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് ആ സമരം മാറിയിരിക്കുകയാണ്. DCCയുടെ മുമ്പിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇത്തരത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയതോടുകൂടി ഒരു റോഡ് ഉപരോധമായി മാറി. പന്തം കൊളുത്തി പ്രതിഷേധമാണ് നടത്തിയിരുന്നത്. അത്തരത്തിൽ ആ ഒരു റോഡ് ഉപരോധമായി മാറുന്ന കാഴ്ച കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരൊക്കെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. സുരേഷ് ബാബുവിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പ്രതിഷേധം. അതുപോലെ ഇത്തരത്തിൽ അധിക്ഷേപമായ പരാമർശമാണ് ഉണ്ടായത്. അതിൽ ഒരു തരത്തിലും വൈകാരികമായ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. രുചീഷ് സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ദിവസമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വമാകെ പ്രതിസന്ധിയിലായിരുന്നു, വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലായിരുന്നു. ഇപ്പോൾ അവർക്ക് അതിൽ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങാൻ ഒരു വഴിയായതുപോലെയായി ഈ കാര്യം എന്നുള്ളത് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഷാഫി പറമ്പിലെ വിഷയം രാഷ്ട്രീയമായി പരമാവധി ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുതന്നെയാണ് ഇവിടെ തെരുവിൽ കാണുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. നിരവധി നേതാക്കൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് അടുത്ത ഒരു പരിപൂർണമായ റോഡ് ഉപരോധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരു ഭാഗികമായ റോഡ് ഉപരോധമായിരുന്നെങ്കിൽ അത് മാറിക്കൊണ്ട് ഇപ്പോൾ ഒരു പരിപൂർണമായ റോഡ് ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. റോഡ് പൂർണ്ണമായും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം പൂർണ്ണമായും അവിടുത്തെ റോഡ് മുഴുവൻ ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധം അതൊരു റോഡ് ഉപരോധമായി തന്നെ മാറിയിരിക്കുന്നു. CPM-നെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട്, സുരേഷ് ബാബുവിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ സംഭവത്തിന് ശേഷം കോൺഗ്രസ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം തന്നെ അത്യാവശ്യം ആളുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രകടനം എന്നായിരുന്നു പോലീസിന് ഉൾപ്പെടെ വിവരം ലഭിച്ചിരുന്നത്. DCC മുമ്പിൽ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം വരെ ഒരു പ്രകടനം എന്നായിരുന്നു. അത് മാറിക്കൊണ്ട് ഇപ്പോൾ ഒരു റോഡ് ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കൂടുതൽ പോലീസ് ഇപ്പോൾ അല്പസമയത്തിന് സ്ഥലത്തേക്ക് എത്തും. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരുപാട് വാഹനങ്ങൾ ഉൾപ്പെടെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുന്ന രീതിയിലേക്ക്. രാജ്യത്ത് എന്തായാലും റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് എങ്കിൽ ഷാഫി പറമ്പിലിനെ അധിക്ഷേപിച്ച വിഷയം ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരുന്നതാണ് പാലക്കാട് നിന്ന് കാണുന്നത്.